ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ദൈവത്തിരുമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും പരത്തോടെ നിർത്തിയത് ഓർക്കുമ്പോൾ നന്ദിയോടുകൂടി നമുക്ക് ഏവർക്കും ഒരുമിച്ച് ദൈവത്തിന് ഇന്ന് പകൽക്കാലം നന്ദി കരയറ്റാം. എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ചോദ്യം ചോദിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ആർ യു റെഡി ടു എൻ്റർ ബൈ ദ നാരോ ഗേറ്റ്? വചനം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചോദിക്കുന്നു, ആർ യു റെഡി ടു എൻ്റർ ബൈ ദ നാരോ ഗേറ്റ്? ഇടുക്കുവാതിൽ കൂടി അകത്ത് കടപ്പാൻ തക്കവണ്ണം, ഞെരുക്കമുള്ള വഴികളിൽ കൂടി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ യാത്ര ഞെരുക്കവും ഇടുക്കമുള്ള വഴിയിൽ കൂടിയാണോ നിന്റെ യാത്ര? അതോ വിശാലതയിൽ നീ യാത്ര ചെയ്യുന്നവനാകുന്നുവോ? ഇത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഒരു ചോദ്യം നമ്മോടെ അവരോടുമായി ചോദിക്കുക. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകളെല്ലാം പഠിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെയും 6-ാം അധ്യായത്തിന്റെയും 7-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിക്കുന്നതായ വലിയൊരു കൂട്ടം ജനത്തെ അവൻ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ആത്മാവ് പ്രേരിതനായി അവൻ മലമേൽ കയറി ഇരുന്ന് തന്റെ അടുക്കൽ വന്നിരിക്കുന്നതായ ജനത്തോടായി അവൻ ചില കാര്യങ്ങൾ ഉപദേശിക്കുക. ജനത്തിന്റെ അറിവിലേക്കായി ജനത്തോട് അവൻ ചില കാര്യങ്ങൾ അവൻ പറയുന്നു. തന്നെ അനുഗമിക്കുന്നതായ ശിഷ്യന്മാരോടും ജനത്തോടുമായി യേശു ചില കാര്യങ്ങൾ പറയുന്നു. നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ളതായ താഴോട്ടുള്ളതായ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് അവർ ഉപദേശിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ആത്മാവിൽ ദരിദ്രരായവരെ ആയിരിക്കണം, നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കും. നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കണം, നിങ്ങൾ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരായിരിക്കണം, നിങ്ങൾ കരുണയുള്ളവരായിരിക്കണം, നിങ്ങൾ ഹൃദയ വിശാലതയുള്ളവരായിരിക്കണം, നിങ്ങൾ എപ്പോഴും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം, നിങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുന്നവരാകരുത്, നിങ്ങൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ നിങ്ങൾ പഴിയും ഉപദ്രവവുമെല്ലാം നിങ്ങൾ സഹിക്കണം, നിങ്ങളുടെ വാക്ക് കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കണം, നിങ്ങൾ കൊല ചെയ്യരുത്, നിങ്ങൾ സഹോദരനോട് കോപിക്കരുത്, നിങ്ങൾ സഹോദരനെ മൂഢ എന്ന് വിളിക്കരുത്, നിങ്ങൾ കള്ളസത്യം ചെയ്യരുത്, നിങ്ങളുടെ വാക്ക് എപ്പോഴും ഉറപ്പുള്ളതായിരിക്കണം, നിങ്ങൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നരുൾ ചെയ്ത് അതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുന്നവരാകരുത്, നിങ്ങൾ പകരം ചെയ്യുന്നവരാകരുത്. നിങ്ങളോട് നിങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നീ എന്ത് കൊടുക്കണം? നിന്റെ പുതപ്പ് കൂടി നീ കൊടുക്കണം. നീ കൂട്ടുകാരനെ സ്നേഹിക്കുന്നവനായിരിക്കണം, ശത്രുവിനെ നീ ഒരിക്കലും പകയ്ക്കരുത്, നിന്നെ ഉപദ്രവിക്കുന്നതിനായ ശത്രുവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, നീ ശത്രുക്കളെ സ്നേഹിക്കുന്നവനായിരിക്കണം, നീ സ്വർഗസ്ഥനായ പിതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, നീ കപടഭക്തിയോടുകൂടി നീ ഒരിക്കലും ഉപവസിക്കരുത്, നീ ഈ ലോകത്തിൽ നിന്റെ ഭൗതിക നന്മകൾ കൂട്ടുവാൻ വേണ്ടി നീ അധ്വാനിക്കരുത്, നീ എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നീ വിചാരിച്ചുകൊണ്ട് നിന്റെ സമയം നീ വെറുതെ കളയരുത്, നീ വെറുതെ ആകുലപ്പെട്ടിരിക്കരുത്, നീ അല്പവിശ്വാസിയാകരുത്, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരിക്കണം. 7-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കിലേക്ക് വരുമ്പോൾ മർമ്മപ്രധാനമായ ഒരു കാര്യം കൂടി കർത്താവ് അവിടെ പറയുകയാണ്. തന്നോട് ചേർന്ന് നിൽക്കുന്ന, തന്നെ ശ്രദ്ധിക്കുന്ന ജനത്തോടായി പറയുന്നു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുവാൻ നിങ്ങൾ ഓടരുത്, നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളെ തന്നെ സ്വയം പരിശോധിക്കുന്നവരായിരിക്കണം, നിങ്ങളെ തന്നെ ന്യായം വിധിക്കുന്നവരായിരിക്കണം നിങ്ങൾ. പ്രൈസ് ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ആ ഒരു വാക്ക് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുവാനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് താല്പര്യം. മറ്റുള്ളവൻ അത് ചെയ്തു, ഇത് ചെയ്തു, അവൻ ആ വഴിക്ക് പോകുന്നു, അവന് ഇന്നത് കാണുന്നു, ഇന്നത് തിന്നുന്നു, അവന്റെ വസ്ത്രധാരണം ഇന്ന രീതിയിൽ ആയിരുന്നു,
ഇതെല്ലാം നീ പറയുമ്പോൾ നീ ഒരു കാര്യം ചിന്തിക്കുക, നീ എപ്രകാരമായിരിക്കുന്നു. നിന്റെ കണ്ണിൽ വലിയ പോലെ ഇരിക്കുമ്പോൾ നിന്റെ സഹോദരന്റെ ജീവിതത്തിലുള്ളതായ ചെറിയ ചെറിയ കുറ്റങ്ങളെ കണ്ടുപിടിച്ച് നീ അതിൽ സന്തോഷിപ്പാനിട വരരുത്. പ്രൈസ് ഗോഡ്. നീ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നീ ഒരിക്കലും വിധിക്കുന്നവനാകരുത്. നീ സ്വയം ശോധന ചെയ്യുന്നവനായിരിക്കണം, സ്വയം പരിശോധിക്കുന്നവനായിരിക്കണം. നീ നിന്നെ തന്നെ ഓരോ ദിവസവും നിന്റെ കുറവുകളെ, നിന്റെ പോരായ്മകളെ, ഇല്ലായ്മകളെ എല്ലാം നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് ഏറെ അടുത്തു വരുവാൻ തക്കവണ്ണം താല്പര്യത്തോടെ ജീവിക്കുന്നവനായിരിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം കർത്താവിന്റെ ഈ പ്രസംഗമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കൂടി നിന്നതായ ആളുകൾക്ക് വളരെ താല്പര്യം തോന്നി. അവർ കർത്താവിനെ പുകഴ്ത്തുവാനായിട്ട് തുടങ്ങി. നീ നല്ല പ്രസംഗമാണ് പറഞ്ഞത്, നീ നല്ല ഉപദേശമാണ് തന്നത്. അങ്ങനെ പല പല കാര്യങ്ങൾ അവർ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. കർത്താവിന് അതൊന്നും കേൾക്കുവാനായിട്ട് കർത്താവിന് താല്പര്യമില്ലായിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് നമ്മൾ പലരും അങ്ങനെയാണ്. നല്ലതുപോലെ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ നല്ലതുപോലെ പല കാര്യങ്ങളും പറയുന്നവരെല്ലാം പുകഴ്ത്തുവാൻ, അവരെ ഒന്ന് ഉയർത്തുവാനായിട്ട് നമ്മളെല്ലാം ഒത്തിരിയേറെ താല്പര്യപ്പെടുന്നവർ. എന്നാൽ കർത്താവിനോട് ഉയർത്തുവാനായിട്ട് ജനങ്ങളെല്ലാം പരിശ്രമിക്കുമ്പോൾ കർത്താവിന് അതിനൊന്നുമല്ല ഫോക്കസ്. കർത്താവിന് ഒരേ ഒരു ചോദ്യമാണ് അവരോട് ചോദിക്കാനായിട്ടുണ്ടായിരുന്നത്. എന്ത്? എടുക്കുവാതിലൂടെ അകത്ത് കടക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ പ്രസംഗം കേട്ടതായ, കർത്താവിന്റെ ഉപദേശം കേട്ടതായ ഓരോ ജനത്തോടും കർത്താവ് ചോദിക്കുക, വളരെ ശക്തമായി കർത്താവ് ചോദിക്കുക, എടുക്കുവാതിലൂടെ അകത്ത് കിടക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആ സെയിം ക്വസ്റ്റ്യൻ പരിശുദ്ധാത്മാവ് എന്ന് പകൽക്കാലവും തിരുവചനം ശ്രവിക്കുന്നതായ ഓരോ പ്രിയ സഹോദരങ്ങളോടും എന്നോടും കൂടെ കർത്താവ് ഇന്ന് പകൽക്കാലം ചോദിക്കുന്നു. ആർ യു റെഡി ടു എൻ്റർ ബൈ ദ നാരോ ഗേറ്റ്? ഇടുക്ക് വഴികളിൽ കൂടി, ഇടുക്ക് വാതിലുകളിൽ കൂടി ആകുന്നുവോ നിന്റെ യാത്ര? അതോ ഇന്നും നീ വചനം കേട്ടിട്ടും വചനം നിന്നെ മനസ്സിലാക്കിയിട്ടും വിശാലതയുടെ വഴികളിൽ കൂടിയാണോ, ലോകപ്രകാരമുള്ളതായ ജീവിതമാകുന്നുവോ നീ നയിക്കുന്നത്? സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ ആത്മീക ഗോളത്തിലുള്ള അനേകർ കാണിക്കുന്നതായ ഓരോ കോപ്രായങ്ങളും കാണുമ്പോൾ പ്രൈസ് ഗോഡ്, ഹൃദയത്തിൽ വല്ലാത്ത വേദന തോന്നുന്നതാവും. ഹല്ലേലൂയ. ദൈവത്തെ അറിയാം. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എന്തിനേറെ പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളാൽ വളർത്തപ്പെടുന്ന, അല്ലെങ്കിൽ പെന്തക്കോസ്ത് ഗോളത്തിൽ ജനിച്ചു വളർന്നതായ തലമുറകൾ പോലും ഇന്നും ലോകപ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ആഗ്രഹിച്ച് അവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ പിൻപറ്റണമെങ്കിൽ, കർത്താവ് ഒരുക്കിയതായ നിത്യഭവനത്തിൽ നിനക്ക് യുഗായുഗം കർത്താവിനോടുകൂടെ വാഴുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ, കർത്താവിനോടുകൂടെ നിനക്ക് നിന്റെ ജീവിതം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയാകണമെങ്കിൽ നീ ആ കൂട്ടത്തിലൂടെ പോകരുത്. നീ ലോകത്തെ ഉപേക്ഷിക്കണം. ലോകത്തിന്റെ വിശാലതയെ നീ അതിനെ സ്വസ്ഥത എന്ന് പറയരുത്, അത് സമാധാനം എന്ന് പറയരുത്. നീ അതിനെ സ്നേഹിക്കരുത്. നീ അതിനെയെല്ലാം ഉപേക്ഷിച്ചേ മതിയാകത്തുള്ളൂ. ഒരു കാര്യം തിരിച്ചറിയണം, ഒരിക്കൽ നാം ഓരോരുത്തരും തനിയെ ദൈവത്തെ കാണേണ്ടതായ ഒരു ദിവസമുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ വലിയ ആൾക്കൂട്ടത്തെയും ലോകവിശാലതയെയും എല്ലാം ഉപേക്ഷിച്ച് എടുക്കുവാതിലിൽ കൂടി കടന്നെങ്കിൽ മാത്രമേ സ്വർഗീയ ആസ്വാദനം അനുഭവിപ്പാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. 14 വാക്യത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവോട് പറയുന്നു, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്. ഹല്ലേലൂയ. ഇടുക്കവും ഞെരുക്കവും ഉള്ളതായ ഈ വഴികളിൽ കൂടി യാത്ര ചെയ്തവൻ ഇന്ന് പകൽക്കാലം ചോദിക്കുന്നു, ഇടുക്കവും ഞെരുക്കവും ഉള്ളതായ വഴികളിൽ കൂടി എൻ്റെ ക്രൂശുമേന്തി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നീ ഒരുക്കമുള്ളവനാണോ?
ഇടുക്കവും ഞെരുക്കവുമുള്ള വഴികളിൽ കൂടി ക്രൂശുമേന്തിയുള്ള യാത്രയാകുന്നുവോ നീ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നീ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്രകാരം ഇടുക്കവും ഞെരുക്കവുമുള്ള വഴികളിൽ കൂടി നീ എന്റെ ക്രൂശുമേന്തി കഷ്ടം സഹിച്ച് നീ യാത്ര ചെയ്തുമെങ്കിൽ ദൈവ പൈതലേ, ഉറപ്പോടുകൂടി നിത്യ ജീവൻ, നിത്യഭവനത്തിന് നീ യോഗ്യനായിത്തീരും. ഹല്ലേലൂയ. ഈ വിശാലമായ വഴിയിൽ കൂടി നടക്കുന്നവർ ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെയും ചിന്താകുലങ്ങളുടെയും ഭയത്തിന്റെയും ഭാരമുള്ള ചുമടുകൾ ആണ് നീ വഹിച്ചുകൊണ്ട് നടക്കുന്നത് നീ തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ ചിന്തിക്കും, എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് യാതൊരു കുറവുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ തിരിച്ചറിയണം, നീ പോകുന്ന വഴിയിൽ നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്നതായ ഒരദൃശ്യ ശക്തിയുണ്ട്. നിന്നെ വീഴ്ചകൊണ്ടിരിക്കുന്നതായ ഒരു പാപത്തിന്റെ അധിപതിയുണ്ട്. ഹല്ലേലൂയ. പകൽക്കാലം എൻ്റെ കേൾക്കുന്ന തിരുവചനം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇടുക്കുവാതിലിൽ കൂടി കടക്കുവാൻ, ഞെരുക്കമുള്ള വഴികളിൽ കൂടി കടക്കുവാൻ നീ ഏറെ ഇഷ്ടപ്പെടുന്നവനായിരിക്കണം. അവരോടായി കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയാമോ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകവും മൃദുവും എൻ്റെ ചുമടും ലഘുവുമാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവരുടെ ചുമട് വഹിക്കുന്ന ആരായിരിക്കും? അവരുടെ കഷ്ടതയുടെ ചുമട് കർത്താവ് വഹിക്കും. അവരുടെ ഞെരുക്കത്തെ കർത്താവ് വിശാലതയുള്ളതുമാക്കി മാറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ പഴയ സ്വയത്തെ, പഴയ സ്വഭാവത്തെ മാറ്റി ഈ വിശാലത ഇടുക്കുവാതിലുകളിൽ കൂടി കടക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രയാസകരമാണ്. ഒരു വലിയ ചുമടുമായിട്ട് നമ്മൾ ചെറിയൊരു വാതിലിൽ കൂടി കടക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? പറ്റത്തില്ല. ആ വലിയ ചുമട് നമ്മൾ ചെറുതാക്കിയെങ്കിൽ മാത്രമേ ആ ഇടുങ്ങിയ വാതിലിൽ കൂടി നമുക്ക് അകത്ത് കിടക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മളിൽ ഉള്ളതായ പഴയ സ്വഭാവങ്ങളെ, പഴയ പാപ ജീവിത ശൈലികളെ സകലത്തെയും നാം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. എന്നേക്കുമായി ക്രിസ്തുവിൽ നാം മരിപ്പിച്ച് കളയണം. പ്രൈസ് ഗോഡ്. നാം ക്രൂശിക്കപ്പെടണം. പഴയ സ്വഭാവം ക്രൂശിക്കപ്പെടണം. ആ വാതിലിൽ കൂടി കൊണ്ടുപോകുവാൻ പറ്റുന്നതായ ഒരേ ഒരു വസ്തു അത് കർത്താവിൻ്റെ ക്രൂശാണ്. പ്രൈസ് ഗോഡ്. ആ കർത്താവിൻ്റെ ക്രൂശ് വഹിച്ചുള്ള യാത്രയായിരിക്കണം നമ്മുടേത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഒരിക്കലും ഇടവരരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ ദൈവവേദലേ, നമുക്കും അതുപോലെ പറയുവാനായിട്ട് കഴിയുമോ? ഞാൻ വഹിക്കുന്നതായ ക്രൂശ്, എൻ്റെ കർത്താവിൻ്റെ ക്രൂശ് എന്നെ അത് ജീവങ്ങളിലേക്ക് എത്തിക്കും. എന്നെ അത് വിശാലതയിലേക്ക് എത്തിക്കും. പ്രൈസ് ഗോഡ്. ഇടുങ്ങിയ വഴി പ്രയാസമുള്ളതാ. ഇടുങ്ങിയ വഴിയിൽ നാം യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നിങ്ങൾ തിരുവചനത്തിൽ നിങ്ങളത് നോക്കണം. നിങ്ങൾ ഭവനത്തിലുള്ളതായ, നിങ്ങളുടെ കയ്യിലുള്ളതായ തിരുവചനം എഴുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിനായി മുതിർന്നു വരും. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുക,
ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാനായിട്ട് താല്പര്യമുള്ളവർക്കെല്ലാം എന്തുണ്ടാകും? പ്രതികൂലങ്ങളുണ്ടാകും, കഷ്ടതയുണ്ടാകും, ഉപദ്രവമുണ്ടാകും. അതാരിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ദുഷ്ടമനുഷ്യരിൽ നിന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവരിൽ നിന്നെല്ലാം പ്രതികൂലങ്ങൾ നമുക്ക് കടന്നു വരും എന്ന് വചനം വ്യക്തമായിട്ട് പറയാം. അത് മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വരും. ഞാൻ ഒരു കാര്യം കൂടി ഈ തിരുവചനം പറയുമ്പോൾ ഊന്നി പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. പിശാചിനൊരു കാര്യം വ്യക്തമായിട്ടറിയാം. ദൈവജനത്തിന് അറിയുന്നതിനേക്കാൾ കൂടുതൽ പിശാചിന് വ്യക്തമായിട്ടൊരു കാരണം, പിശാചിന്റെ കാലിൽ ചങ്ങല വീഴുവാൻ പോവുകയാണ്, താൻ ബന്ധിക്കപ്പെടുവാൻ പോകുകയാകുന്നു എന്ന് പിശാച് നല്ലതുപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ തന്റെ പ്രവർത്തന രംഗത്ത് അവൻ വളരെ ഊർജ്ജസ്വലനായി അവൻ ഓടിക്കൊണ്ടിരിക്കുക. ദൈവജനത്തെ എപ്രകാരം തെറ്റിച്ച് കളയാം. അവന് ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, തന്റെ കാലിൽ ചങ്ങല വീഴരുത്, താൻ ബന്ധിക്കപ്പെടരുത്. അവന് പറയാം, ഞാൻ കർത്താവിനോട് അവന് നോക്കി വാദിക്കാനായിട്ടുള്ള കാര്യത്തിന് അവൻ നിൽക്കുന്നത്. നിന്റെ കൂട്ടത്തിലുള്ള ഇന്ന ആൾക്ക് ഇത്ര ആൾക്കാരെ ഞാൻ എൻ്റെ കൂട്ടത്തിലാക്കിയില്ലേ? അതിനുവേണ്ടി അവൻ ഊടാടി വളരെ ശ്രദ്ധയോടുകൂടി അവന്റെ ഫോക്കസ്, പിശാച് തന്റെ ഫോക്കസ് ഒരിക്കലും മറ്റൊന്നിലേക്ക് കൊടുക്കാതെ തന്റെ ശ്രദ്ധ ദൈവജനത്തിൽ മാത്രം ഫോക്കസ് ഇട്ടുകൊണ്ട് അവൻ ഓടിക്കൊണ്ടിരിക്കുക. ദൈവജനം തിരിച്ചറിയണം, ദൈവജനത്തിന്റെ ഫോക്കസ് എവിടെയാ? ഇന്ന് പകൽക്കാലം വചനം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയുക, നമ്മുടെ ഫോക്കസ് എവിടെയാകുന്നു? ക്രിസ്തുവിലാകണോ? അവന്റെ വചനത്തിലാകുന്നോ നമ്മുടെ ഫോക്കസ്? നമ്മുടെ കണ്ണ് ഇന്നും ലോകത്തിൽ നാം ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുന്നുവോ? പിശാചിന് വളരെ എളുപ്പമാണ് നിന്നെ വീഴിക്കുവാൻ, നിന്നെ പിടിക്കുവാൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വരും. എന്നാൽ നീ എന്തു ചെയ്യണം? നീ എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് കേട്ടത്? എന്താണ് നീ പഠിച്ചത്? നീ അതിൽ പൂർണ്ണമായി വിശ്വാസമുള്ളവനായിരിക്കണം, ഉറപ്പുള്ളവനായിരിക്കണം. ഇവിടെ പറയുക, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നീ നിലനിൽക്കുക. പ്രൈസ് ഗോഡ്. നീ എവിടെ നിലനിൽക്കണമെന്നാ പറയുന്നത്? നീ വചനത്തിൽ നിലനിൽക്കണം. നീ വചനത്തിന്റെ ഉപദേശത്തിൽ നീ മുറുകെ പിടിക്കുന്നവനായിരിക്കണം. നിന്റെ ഫോക്കസ് എപ്പോഴും ക്രിസ്തുവിലായിരിക്കണം. അവനെ വിട്ട് നീ യാത്ര ചെയ്യരുത്. തിരുവചനത്തിൽ അനേക വഴികളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. സമയത്തിന്റെ അപര്യാപ്തം മൂലം ഞാനിവിടെ നിർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചോദിക്കുന്നു, ആർ യു റെഡി ടു എൻ്റർ ബൈ ദ നാരോ ഗേറ്റ്? ഇടുക്കുവാതിൽ കൂടി യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞെരുക്കമുള്ള വഴികളിൽ കൂടി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ ഇടുക്കുവാതിൽ കൂടി ഞെരുക്കമുള്ള വഴികളിൽ കൂടി നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ നീ ഞാനിരിക്കുന്ന ഭവനത്തിൽ, അല്ലെങ്കിൽ നിനക്കായി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ എന്നോടുകൂടെ യുഗായുഗം നീ വാഴും. പകൽക്കാലം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക, എൻ്റെ യാത്രയെ പ്രകാരം ഇടുക്കവും ഞെരുക്കവുമുള്ളതായ വഴികളിൽ കൂടി ഞാൻ യാത്ര ചെയ്യുന്നുവോ? അവൻ്റെ ക്രൂശുമേന്തി ഞാൻ യാത്ര ചെയ്യുന്നുവോ? അതോ വിശാലതയിലേക്ക് കണ്ണുനട്ട് വിശാലതയെ എങ്ങനെ അനുഭവിക്കാമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയും ഞാൻ യാത്ര ചെയ്യുന്നുവോ? ചോയ്സ് നമ്മുടേതാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനോട് യോഗ്യമാവണ്ണം ചേർന്ന് നിന്നുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയട്ടെ. കൈവിടപ്പെട്ടു പോകാതെ നിത്യഭവനത്തിന് അവകാശിയായി തീരുവാൻ എൻ്റെ പ്രിയ മകനെ ഇവിടെ കടന്നു വരിക എന്നുള്ളതായി ഇമ്പസ്വരം കേൾക്കുവാൻ തക്കവണ്ണം എപ്പോഴും തുറന്നിരിക്കുന്ന കാതുകളുമായി, തുറന്നിരിക്കുന്ന കണ്ണുകളുമായി നമുക്കായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും അതിനായി സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി നന്ദി. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവെ അവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതയാത്ര അപ്പാ നീ ഓരോ ദിവസവും അനുഗ്രഹമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇടുക്കും ഞെരുക്കുമുള്ള ജീവിതയാത്രയിൽ നീ അവരോട് കൂടെയിരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്നതിനാൽ നന്ദി, അവരെ നീ ബലപ്പെടുത്തുന്നതിനാൽ നന്ദി കർത്താവേ. കർത്താവ് വചനം കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും കർത്താവ് തങ്ങളുടെ വിശാലത വിട്ട് ജീവനിലേക്ക് പ്രവേശിപ്പാൻ ഇടുക്കവും ഞെരുക്കവും ഉള്ളതായ കർത്താവ് വാതിലിൽ കൂടി കടപ്പാൻ തക്കവണ്ണം ഈ പകൽക്കാലം യോഗ്യനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിന് അൻപുള്ള നാമത്തെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ എവരെയും ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ.